മകീര നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ രാശി ഏതാണെന്ന്, രാശിനാഥൻ, ദശാനാഥൻ എന്നിവ ആരാണെന്നും, ഗണവും ഭൂതവും എന്താണെന്നും, അതേപോലെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതാണെന്നും, അവരുടെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഭാഗ്യ ദിവസം എന്നിവ ഏതാണെന്നും ആണ് ഇവിടെ പറയുന്നത്. മകീരം ഒരു മുറി നക്ഷത്രമായതിനാൽ ഇടവക്കൂറിലും മിഥുനക്കൂറിലും ആയിട്ടാണ് ഇവർ ജനിക്കുന്നത്. ആദ്യത്തെ 2 പാദത്തിലുള്ളവർ ഇടവക്കൂറിലും അവസാനത്തെ 2 പാദത്തിലുള്ളവർ മിഥുനക്കൂറിലുമായിട്ടാണ് ജനിക്കുന്നത്. ഇടവക്കൂറിൻ്റെ രാശി അധിപൻ ശുക്രൻ ആണ്. മിഥുനക്കൂറിൻ്റേത് ബുധനും ആകുന്നു. ചൊവ്വാദശയിലാണ് ഇവർ ജനിക്കുന്നത്. ദശാധിപൻ ചൊവ്വയാണ്. ഗണം ദേവഗണം, ഭൂതം ഭൂമി എന്നിവയാകുന്നു. ചൊവ്വാദശയിലാണ് ജനനം. തുടർന്നുള്ള ദശകൾ രാഹു 18 വർഷം, ഗുരു അഥവാ വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം എന്നിങ്ങനെയാണ് പോകുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ഗുണപ്രദമായിരിക്കും. അതേപോലെ ഇവരുടെ ഭാഗ്യനിറം ചുവപ്പാണ്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വാഹനത്തിൻ്റെ കളർ ചുവപ്പ് ആയി ഉപയോഗിക്കുന്നതും മറ്റ് നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പിന് പ്രാധാന്യം കൊടുക്കുന്നതും ഇവർക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇവരുടെ ഭാഗ്യസംഖ്യ 9 ആണ്. 9 നമ്പർ വരുന്നത് തിരഞ്ഞെടുക്കുന്നത്, പ്രത്യേകിച്ച് വാഹനത്തിനും മറ്റും തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇടവക്കൂറുകാരുടെ, അതായത് മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ ജനിക്കുന്നവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ പുണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. അതേപോലെ തന്നെ മിഥുനക്കൂറിൽ ജനിക്കുന്നവരുടെ, മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽ ജനിക്കുന്നവരുടെ നക്ഷത്രങ്ങൾ, അവർക്ക് പ്രതികൂലമായി വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, ആയില്യം, പൂരം, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യത്തെ 2 പാദം എന്നിവയാകുന്നു. ഈ നക്ഷത്രക്കാരുമായി കൂടുതൽ സഹവർത്തിത്വം ഉണ്ടാക്കുന്നതും കൂട്ടുചേർന്ന് കച്ചവടങ്ങൾ, ബിസിനസ്സുകളൊക്കെ നടത്തുന്നതും ഇവർക്ക് അത്ര ഗുണകരമായിക്കൊള്ളണമെന്നില്ല.